Hi friends, എല്ലാവർക്കും നമസ്കാരം. വെൽക്കം ടു മാജിക് റെസിപ്പീസ്. അപ്പോൾ ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്ന ഒരു വിഭവം എന്ന് പറഞ്ഞാൽ ചപ്പാത്തിക്കും ചോറിനും നെയ്ച്ചോറിനും പ്രത്യേകിച്ച് പത്തിരിക്കൊക്കെ പറ്റിയ വളരെ റിച്ചായ ഒരു കറിയാണ്. നോൺ വെജ് ആണ്, മട്ടൻ ഖുർമയാണ് നമ്മൾ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത്. വേഗം തന്നെ ഞാൻ ഇതിൻ്റെ ഇൻഗ്രീഡിയൻസ് നിങ്ങളെ പരിചയപ്പെടുത്താം. നമുക്ക് അധികം ദീർഘിപ്പിക്കേണ്ട. അപ്പോൾ വന്നോളൂ. മട്ടൻ ഞാനിവിടെ എടുത്ത് വെച്ചിരിക്കുന്നത് ഒരു 3/4 കിലോളം 800 ഗ്രാം എടുത്ത് വെച്ചിട്ടുണ്ട്. തേങ്ങ ഒരു മുറി, ചെറുള്ളി 50 ഗ്രാം, പച്ചമുളക് ആവശ്യത്തിന്. ഇത് നല്ല എരിവുള്ളതുണ്ട്, അപ്പോൾ അതുകൊണ്ട് ഇതിൻ്റെ പകുതി ഞാൻ എടുക്കുള്ളൂ. എരിവ് കുറഞ്ഞ മുളകാണെങ്കിൽ കുറച്ചധികം എടുക്കാം. ഒരു വലിയ കഷ്ണം ഇഞ്ചി, ഒരു കുടം വെളുത്തുള്ളി, ബേ ലീഫ് 2 എണ്ണം, കശുവണ്ടി ഒരു 10 എണ്ണം. ഇത് കോക്കനട്ട് മിൽക്ക് പൗഡറാണ്. ഇവിടെ കസ്കസ് കിട്ടില്ല. UAE കസ്കസ് ബാനാണ്, വൈറ്റ് കസ്കസ്. സാധാരണഗതിയിൽ കശുവണ്ടിയും തേങ്ങയും കസ്കസും കൂടി ചേർത്താണ് നമ്മൾ ഖുർമ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് അരപ്പുണ്ടാക്കുന്നത്. പക്ഷേ ഇവിടെ കസ്കസ് കിട്ടാത്തത് കൊണ്ട് ഞാനൊരു കാര്യം ചെയ്തു. നമ്മൾ കോക്കനട്ട് മിൽക്ക് പൗഡറിൻ്റെ 1 ടേബിൾ സ്പൂൺ അളവിൽ എടുത്തിട്ടുണ്ട്. പിന്നെ നമുക്ക് വേണ്ടത് ഓൾ സ്പൈസസ്. ഓൾ സ്പൈസസിൽ ഞാനിവിടെ തക്കോലം 1 എണ്ണം എടുത്തിട്ടുണ്ട്, പട്ട 2 കറിയാമ്പു, കുരുമുളക്, പെരിഞ്ചീരകം, ഇതെല്ലാം കൂടി ചേർത്ത് 1 ടേബിൾ സ്പൂൺ അളവിലാണ് എടുത്തിരിക്കുന്നത്. 1 ഏലക്കയും എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതൊക്കെയാണ് നമുക്ക് വേണ്ടുന്ന ഇൻഗ്രീഡിയൻസ്. ഇനി ആദ്യം തന്നെ നമുക്കൊരു കാര്യം ചെയ്യാം. പച്ചമുളകും ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടിയിട്ട് ഉള്ളിയും കൂടി ചേർത്ത് നന്നായി ഒന്ന് ചതച്ചെടുക്കാം. ചതച്ചെടുത്ത ശേഷം ഇതെല്ലാം കൂടി ചേർത്ത് മട്ടനിൽ പുരട്ടി നമുക്കൊരു 4-5 എയർ വരുന്നത് വരെ മട്ടൻ ഒന്ന് വേവിച്ചെടുക്കാം. ആദ്യം തന്നെ നമുക്ക് ഇഞ്ചിയും വെളുത്തുള്ളിയും പച്ചമുളകും ഉള്ളിയും ചേർത്ത് നന്നായിട്ടൊന്ന് ചതച്ചെടുക്കാം. മിക്സിയിലാണ് നമ്മൾ ചതച്ചെടുക്കുന്നത്. അമ്മിയിൽ ചതക്കുകയാണെങ്കിൽ വളരെ ഉത്തമമാണ്. എപ്പോഴും ഇവിടെ അതിന് നിവൃത്തിയില്ല, അതുകൊണ്ടാണ് മിക്സി എടുത്തിരിക്കുന്നത്. കണ്ടോ, ഇതുപോലെ ചതച്ചെടുക്കാം. ഇനി നമുക്കൊരു കുക്കർ വയ്ക്കാം. കുക്കറിലാണ് ഇത് ഉണ്ടാക്കുക. കാരണം മട്ടന് കുറച്ച് വേവ് കൂടുതലുള്ളത് കൊണ്ട് എപ്പോഴും നമ്മൾ കുക്കറിലാണ് വേവിക്കുന്നത്. പക്ഷേ ചില കറികൾ നമ്മളൊരിക്കലും ലാൽമാസ് ഉണ്ടാക്കിയില്ലേ, അത് മട്ടൻ അല്ലാതെ തന്നെ അടുപ്പിൽ ഇങ്ങനെ വെന്ത് വരേണ്ട സംഭവമാണ്. അപ്പോൾ അതുകൊണ്ട് നമ്മളത് അന്ന് പാത്രത്തിൽ തന്നെയാണ് വേവിച്ചെടുത്തത്. പക്ഷേ ഇത് നമുക്ക് കുക്കറിൽ വേവിക്കാം ഈസി ആയിട്ട്. 1 ടേബിൾ സ്പൂൺ അളവിൽ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഞാനിവിടെ. എണ്ണ നിങ്ങൾ ഏതാണെന്ന് വെച്ചാൽ ഉപയോഗിക്കാം. വെളിച്ചെണ്ണയാണെങ്കിൽ കുറച്ചുകൂടെ സ്വാദ് കൂടുതലാണ്, അതുകൊണ്ടാണ് ഞാനിവിടെ വെളിച്ചെണ്ണ എടുത്തിരിക്കുന്നത്. വെളിച്ചെണ്ണ നന്നായി ചൂടായി വരുമ്പോഴേക്കും നമ്മൾ എടുത്ത് വെച്ചിരിക്കുന്ന ഓൾ സ്പൈസസ് ഉണ്ടല്ലോ, അതിട്ട് കൊടുക്കാം. അതിലെല്ലാം നമ്മൾ എടുത്തിട്ടില്ല. ഒരു ബേ ലീഫും പെരിഞ്ചീരകം, കുരുമുളക്, 2 പട്ട, ഒരു തക്കോലം ഒക്കെയാണ് നമ്മൾ എടുത്തിരിക്കുന്നത്. ഇനി അതിനുശേഷം നമ്മൾ ചതച്ച് വെച്ചിരിക്കുന്ന മസാലക്കൂട്ട്, പച്ചമസാലക്കൂട്ട് എണ്ണയിലേക്ക് ഇട്ട് കൊടുക്കാം. നല്ലപോലെ വഴറ്റിയെടുക്കാം. പച്ചമണം മാറുന്നത് വരെ ഈ മസാലക്കൂട്ട് നന്നായിട്ട് വഴറ്റാം. ഇഞ്ചിയും വെളുത്തുള്ളിയും പച്ചമുളകും ചെറുള്ളിയും കൂടി ചേർത്ത് നമ്മൾ ചതച്ചെടുത്തിരിക്കുന്നത് നന്നായി വഴറ്റിയെടുക്കാം. നല്ലപോലെ വഴങ്ങി വരട്ടെ. നമുക്കിതിലേക്ക് ഉപ്പ് ചേർത്ത് കൊടുക്കാം. അതിനുശേഷം നന്നായി വഴറ്റി അതിൻ്റെ പച്ചമണം മാറി വരുമ്പോഴേക്കും നമുക്കിതിലേക്ക് 1 ടീസ്പൂൺ അളവിൽ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം. ഇതെല്ലാം കൂടി ചേർത്ത് നന്നായി വഴറ്റിയെടുക്കാം. പൊടിയിട്ട ശേഷം ചെറിയ തീയിൽ വെച്ച് വേണം എപ്പോഴും വഴറ്റാനായിട്ട്. അതിൻ്റെ പച്ചമണമൊക്കെ മാറി നല്ലപോലെ വഴങ്ങി കിട്ടിയിട്ടുണ്ട് ഇപ്പോൾ. ഇനി ഇതിലേക്ക് നമുക്ക് മട്ടൻ ചേർത്ത് കൊടുക്കാം. നമ്മളിവിടെ കഴുകി വാരി വെച്ചിരിക്കുന്ന മട്ടനുണ്ട്, അത് ചേർത്ത് കൊടുക്കാം. ഞാനൊരു 800 ഗ്രാം അളവിലാണ് ഇവിടെ മട്ടൻ എടുത്തിരിക്കുന്നത്. കണ്ടോ, നന്നായി വഴങ്ങി കിട്ടിയിട്ടുണ്ട്. എൻ്റെ പച്ചമണമൊക്കെ ശരിക്കും മാറിയിട്ടുണ്ട് നമ്മൾ ചേർത്ത് കൊടുത്തിരിക്കുന്ന പച്ചമസാലയുടെ. ഇനി നമുക്ക് മട്ടൻ ചേർക്കാം.
എല്ലോട് കൂടിയിട്ടാണ് കേട്ടോ ഇവിടെ ഞാൻ മട്ടൺ വാങ്ങിച്ചിരിക്കുന്നത്. എപ്പോഴും എല്ലോട് കൂടിയ ഇറച്ചി കഴിക്കാനായിട്ടാണ് ടേസ്റ്റ്. നല്ലപോലെ വഴറ്റാം. ഒരു 5-10 മിനിറ്റ് നേരം നമുക്കിതുപോലെ ഈ മസാലയിൽ തന്നെ നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കേണ്ടതുണ്ട്. കണ്ടോ, നല്ല പോലെ മസാല പിടിക്കത്തക്ക രീതിയിൽ മാംസത്തിലേക്ക് നമ്മൾ വഴറ്റിയെടുത്തു. ഇനി ഇതിലേക്ക് 1/4 ടീസ്പൂണോളം മല്ലിപ്പൊടി ചേർത്ത് കൊടുക്കാം. നിറച്ചാണ് എടുത്തിരിക്കുന്നത് മല്ലിപ്പൊടി. 1/4 ടീസ്പൂണോളം മല്ലിപ്പൊടി ഇട്ട് കൊടുത്തു. അതും ചേർത്ത് നന്നായിട്ട് നമുക്ക് മിക്സ് ചെയ്ത് ചേർക്കാം. ചെറു തീയിലിട്ട് വേണം ചെയ്യാൻ, ഇല്ലെങ്കിൽ കരിഞ്ഞു പോകും. 1/2 ടീസ്പൂണോളം വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കാം. 2-3 മിനിറ്റ് കൂടെ ഒന്ന് നമുക്ക് ചെറുതായി മിക്സ് ചെയ്ത് ചേർക്കാം. ഫ്ലെയിം കൂട്ടി വെച്ചിട്ടുണ്ടെങ്കിൽ ഇങ്ങനെ നമ്മൾ ഡ്രൈ ആയിട്ട് മസാല ചേർത്ത് നമ്മൾ വഴറ്റുമ്പോൾ അതിൽ പെട്ടെന്നായിട്ട് അത് കരിഞ്ഞു പിടിക്കാനുള്ള ചാൻസ് കൂടുതലാണ്. അതുകൊണ്ടാണ് ഇങ്ങനെ നമ്മുടെ പച്ചമസാല ഒന്ന് വഴങ്ങി കിട്ടിയ ശേഷം നമ്മൾ ചെറിയ തീയിലിട്ട് വഴറ്റിയെടുക്കുന്നത്. ഇതിലേക്ക് ഇനി ഒരു 1/2 കപ്പോളം ചെറു ചൂടുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കുക. പച്ചവെള്ളം ഒഴിക്കരുത്, ചെറു ചൂടുള്ള വെള്ളം തന്നെ ഒഴിക്കുക. അതൊന്ന് തിളച്ച് വരുമ്പോഴേക്കും നമുക്ക് കുക്കർ അടച്ച് മൂടി ഒരു 4-5 വിസിൽ വരുന്നത് വരെ ചെറു തീയിലിട്ട് വേവിക്കാം. നല്ല ഫ്ലെയിമിലിട്ട് വിസിൽ വരാൻ നോക്കുകയാണെങ്കിൽ പെട്ടെന്ന് വിസിൽ വരും, പക്ഷേ വെന്തിട്ടുണ്ടാവില്ല ഇറച്ചി. ഈ സമയം കൊണ്ട് നമുക്കൊരു കാര്യം ചെയ്യാം. നമ്മളിവിടെ എടുത്ത് വെച്ചിരിക്കുന്ന തേങ്ങ, കശുവണ്ടി, കസ്കസിന് പകരം നമ്മളിവിടെ എടുത്തിരിക്കുന്നത് കോക്കനട്ട് മിൽക്ക് പൗഡറാണ്. അതും കൂടി ചേർത്ത് നല്ല പോലെ ഒന്ന് അരച്ചെടുക്കാം. നല്ല പേസ്റ്റായിട്ട് അരച്ച് കിട്ടണം. തേങ്ങ അരമുറിയാണ് എടുത്തിരിക്കുന്നത്. കശുവണ്ടി ഒരു 10-12 എണ്ണം ഉണ്ട്. പിന്നെ 1 ടേബിൾ സ്പൂൺ നിറച്ച് നമ്മൾ കോക്കനട്ട് മിൽക്ക് പൗഡറും എടുത്തു. എല്ലാം കൂടി അരച്ച് ചേർത്തു. അത് മാറ്റി വെച്ചിട്ടുണ്ട്. അപ്പോഴേക്കും ഒരു 4-5 വിസിൽ കഴിഞ്ഞു. എയറൊക്കെ പോയ ശേഷം നമുക്ക് ഈ കറി മട്ടൻ ഒന്ന് തുറന്നു നോക്കാം. ഏകദേശം മട്ടൻ നല്ല പോലെ വെന്ത് കിട്ടിയിട്ടുണ്ട്. നമുക്ക് കണ്ടോ, നല്ല പോലെ വെന്തിട്ടുണ്ട്. നമുക്ക് ഫ്ലെയിം കൂട്ടി വെക്കാം. ഫ്ലെയിം കൂട്ടി വെച്ച ശേഷം നമ്മൾ അരച്ചെടുത്ത പേസ്റ്റ് പോലെ അരച്ചെടുത്ത തേങ്ങയും കശുവണ്ടിയും എല്ലാം കൂടി ചേർത്തത് ഈ കറിയിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇനി നമുക്ക് ഫ്ലെയിം കുറച്ച് കൊടുക്കണം. ചെറു തീയിൽ ചെറുതായിട്ട് നുര വരുന്നത് വരെ നമുക്കിത് ചെറുതായിട്ട് ഇങ്ങനെ ചൂടാക്കിക്കൊണ്ടിരിക്കാം. ഇതിലേക്ക് നമ്മൾ ഗ്രേവിക്ക് വേണ്ടിയിട്ട് കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കുക. അരച്ചെടുത്ത മിക്സിയുടെ ജാറിൽ തന്നെ കുറച്ച് ചെറു ചൂടുള്ള വെള്ളം ചേർത്ത് നമുക്ക് ഒഴിച്ചു കൊടുക്കാം. നമ്മുടെ ഗ്രേവിയുടെ അളവ് നമ്മളാണ് തീരുമാനിക്കുന്നത്. കുറച്ചധികം നല്ല ഗ്രേവി പോലെ വേണമെന്നുണ്ടെങ്കിൽ, എപ്പോഴും ഈ കറി ഒരു കുഴമ്പ് രൂപത്തിലാണ് ഇതിൻ്റെ ടെക്സ്ചർ, എങ്കിൽ കൂടിയും കുറച്ച് ഗ്രേവി വേണമെന്നുണ്ടെങ്കിൽ കുറച്ചുകൂടെ വെള്ളം നോക്കി ഒഴിച്ചു കൊടുക്കാം. അതിനുശേഷം ചെറു തീയിലിട്ട് ചെറുതായി ചൂടാക്കി ഇതിൽ നുര വരുത്താൻ പാടുള്ളൂ. കാരണം ഇത് പച്ച തേങ്ങയും കശുവണ്ടിയും ഒക്കെ ചേരുന്നത് കൊണ്ട് പെട്ടെന്ന് കറി കെട്ടുപോകാനായിട്ട് ചാൻസ് കൂടുതലാണ്. അതുകൊണ്ട് തന്നെ ചെറിയ രീതിയിലേ നമുക്കിത് ചൂടാക്കി എടുക്കാൻ പാടുള്ളൂ. പെട്ടെന്ന് തിളപ്പിച്ചെടുക്കരുത്, കറി പിരിഞ്ഞു പോകും. അതിലേക്ക് ഒരു തക്കാളിയുടെ പകുതി നമുക്ക് ചേർത്ത് കൊടുക്കാം. അതിനുശേഷം വീണ്ടും മിക്സ് ചെയ്ത് യോജിപ്പിക്കുക. ഇനി ഇതിലേക്ക് നമുക്ക് ഗരം മസാലപ്പൊടി ചേർത്ത് കൊടുക്കേണ്ടതുണ്ട്. 1 ടീസ്പൂൺ അളവിൽ ഗരം മസാലപ്പൊടി ചേർത്ത് കൊടുക്കുക. 1/2 ടീസ്പൂൺ അളവിൽ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുക. രണ്ടും കൂടി ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. പതുക്കെ മിക്സ് ചെയ്ത് നമുക്കിത് ചെറിയ തീയിലിട്ട് വീണ്ടും ഒന്ന് നുര വരുന്നത് വരെ ചൂടാക്കിക്കൊണ്ടിരിക്കാം. വളരെ ടേസ്റ്റിയായ ഒരു കറിയാണ് കേട്ടോ ഇത്. കുറുമ, മട്ടൻ കുറുമ, ചിക്കൻ കുറുമ ഒക്കെ നമുക്ക് ഉണ്ടാക്കാം. ചെമ്മീൻ ഉണ്ടാക്കാം ഇതുപോലെ തന്നെ. വളരെ ഇഷ്ടപ്പെടും എല്ലാവർക്കും. ഇത് കൂടുതലും അപ്പത്തിൻ്റെ കൂടെയാണ് നമ്മൾ കഴിക്കുന്നത്. മല്ലിയില ചേർത്ത് കൊടുക്കാം. ചെറുതായ രീതിയിൽ നുര വരുന്നുണ്ട്. ഇനി നമുക്ക് മല്ലിയില ചേർത്ത് കൊടുക്കാം. മല്ലിയില ചേർത്ത ശേഷം കുറച്ചൊന്ന് തീ കൂട്ടി വെച്ച് കൊടുക്കാം. ലോയിലും കുറച്ചുകൂടെ ഒന്ന് തീ കൂട്ടാം. ഫ്ലെയിം കൂട്ടി വയ്ക്കാം. അതിനുശേഷം പതുക്കെ ഒന്ന് നുര വരുന്നത് വരെ നന്നായിട്ട് വീണ്ടും വഴറ്റിയെടുക്കാം. കണ്ടോ, ഈ ഒരളവിൽ നുര വരട്ടെ, തിളച്ച് വരട്ടെ. ഒരുപാട് തിളച്ച് തൂവി പോവരുത്, കുത്തി തിളച്ച് തൂവി പോവരുത്, എങ്കിലും പതുക്കെ തിളച്ച് വരേണ്ടതുണ്ട്. നെയ്ച്ചോറിൻ്റെയും കൂടെയൊക്കെ വളരെ ടേസ്റ്റി ആയിട്ട് നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്നതാണ്. കൊച്ചുപിള്ളേർക്കൊക്കെ ഒരുപാട് ഇഷ്ടപ്പെടും. കാരണം അധികം എരിവൊന്നും ഇതിലേക്ക് ചേരുന്നില്ല. അതുകൊണ്ട് തന്നെ മുളക് പൊടിക്ക് പകരം നമ്മൾ
മുളക് ഒട്ടും തന്നെ ചേർത്തിട്ടില്ല, പച്ചമുളകാണ് ചേർത്തിരിക്കുന്നത്. കണ്ടോ, ഇതാണ് ഇതിൻ്റെ ഒരു ടെക്സ്ചർ. ഒരു കുഴമ്പ് രൂപത്തിലാണ് ഈ കറി ഇരിക്കുന്നത്. വളരെ ടേസ്റ്റിയാണ്, എല്ലാവരും ഉണ്ടാക്കി നോക്കണം. ഇഷ്ടപ്പെടും എല്ലാവർക്കും. നല്ല രീതിയിൽ അപ്പം, പത്തിരി, പിന്നെ നെയ്ച്ചോറ്, ഇതൊക്കെ ഇതിന് വളരെ നല്ല കോമ്പിനേഷനാണ് അതിൻ്റെ കൂടെ ഇത്. ഇനി നമുക്ക് അടുപ്പ് ഓഫ് ചെയ്യാം. ഏകദേശം നല്ല പോലെ നുര വന്നിട്ടുണ്ട്. നമുക്ക് മിക്സ് ചെയ്ത് ചേർത്ത ശേഷം അടുപ്പ് ഓഫ് ചെയ്യാം. അപ്പോൾ നമ്മൾ ഉണ്ടാക്കിയിരിക്കുന്ന വിഭവം ഇതാണ്, മട്ടൻ കുറുമ. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു. ഇഷ്ടപ്പെട്ട് കാണും തീർച്ചയായിട്ടും. വളരെ നല്ലൊരു കറിയാണ്, വളരെ ടേസ്റ്റി ആയിട്ട് നമുക്ക് കഴിക്കാം. അപ്പോൾ ഇഷ്ടപ്പെട്ടാൽ ലൈക്കും ഷെയറും കമൻറ്റും തരാൻ മറക്കരുത്. സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണം കേട്ടോ. അപ്പോൾ നമ്മുടെ ചാനൽ തുടർന്നും കാണുക. നമ്മുടെ ചാനൽ കാണുന്ന എല്ലാവർക്കും ഒരുപാട് സ്നേഹത്തോടെ താങ്ക് യു വെരി മച്ച്.